വന്യജീവി അക്രമത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റിനകത്തും പുറത്തും സംസ്ഥാനത്തും ഇടപെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ വേണ്ട ഇപ്പോൾ കേന്ദ്രത്തിനോട് ചോദിച്ചാൽ നിങ്ങൾക്കുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് നിയമം പറയുന്നുണ്ടല്ലോ, നിയമം വെച്ചുകൊണ്ട് നമ്മൾ ഈ ജനവാസ കേന്ദ്രത്തിൽ വന്യമൃഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മളെ കേസിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൃത്യം ആണ് ഇതിനകത്ത് വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ 11(2)ൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്വയം രക്ഷയ്ക്ക് വേണ്ടി ജനവാസ കേന്ദ്രത്തിലേക്ക് വന്യമൃഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെടിവെക്കുകയോ കൊല്ലുകയോ അതിനെ ഉപദ്രവിക്കുകയോ ചെയ്യാം. പക്ഷേ അത് കുറ്റകരമല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അത് നമ്മളെ നോൺ ബെയിലബിളായിട്ട് നമുക്കെതിരെ കേസെടുക്കുന്നു. അതിവിടെ മാത്രമല്ല, എല്ലാ സംസ്ഥാനത്തും ചെയ്യാം. പക്ഷേ ഇതൊരു പ്രിസംഷൻ്റെ ഭാഗമായിട്ടാണ് ആൻറ്റിസിപ്പേറ്ററി നമുക്ക് ഈ നോൺ ബെയിലബിളായിട്ട് നമുക്കെതിരെ കേസെടുക്കുന്നത്. കാരണം കേസെടുക്കാൻ പാടില്ല. മാത്രമല്ല, എന്തെങ്കിലും കുറ്റമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് പ്രിലിമിനറി എൻക്വയറി നടത്തേണ്ടത് പോലീസാണ്. പോലീസ് നടത്തിയിട്ട് അതിനകത്ത് എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കട്ടെ. അപ്പോൾ ഇതൊരു ഡയറക്ഷൻ കേന്ദ്രം നൽകണം. ഞങ്ങൾ മന്ത്രിയെ കണ്ടിരുന്നു, നമ്മുടെ വനം വകുപ്പ് മന്ത്രിയെ കണ്ടു, ഉപേന്ദ്ര യാദവിനെ കണ്ടു, MLA എല്ലാവരുടെ പോയി കണ്ടു. ഞാനിത് പറഞ്ഞു, ഒരു ഡയറക്ഷൻ കൊടുക്കണം. അപ്പോൾ ആ ഡയറക്ഷൻ 63 പ്രകാരം വന്യമൃഗ സംരക്ഷണ ബില്ലിൽ അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കാമെന്നുള്ളൊരു വകുപ്പുമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വരാം, ഞങ്ങൾ സംസാരിക്കാം. എന്തോ ഡയറക്ഷൻ കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. ആ ഡയറക്ഷൻ കൊടുത്താൽ തീരും. അല്ലാതെ നമ്മൾ ട്രെഞ്ച് കുഴിച്ചും കോമ്പൻസേഷൻ കൊടുത്ത് ലൈഫ് തിരിച്ചു കിട്ടില്ല. അതൊക്കെ താൽക്കാലികമായി ഉള്ള ഒരു പരിഹാരം എന്നുള്ളത്. പൂർണ്ണ പരിഹാരം വേണ്ടെങ്കിൽ നിയമഭേദഗതി. ഞാനത് ഇപ്പോൾ ഇപ്പോൾ വേറൊരു യോഗം ഉണ്ടായിരുന്നു. ഒന്ന്, ജനങ്ങളുടെ ജീവന് വിരുദ്ധമായി എന്തെങ്കിലും നിയമമുണ്ടെങ്കിൽ, ആ ജീവന് നഷ്ടം വരുന്ന അല്ലെങ്കിൽ വിരുദ്ധമായി വരുന്ന എന്തെങ്കിലും നിയമമുണ്ടെങ്കിൽ ആ നിയമം മുഴുവൻ റദ്ദാക്കണം. അതിപ്പോൾ തെരുവുനായയുടെ വിഷയത്തിലില്ലേ, ഉണ്ടല്ലോ. ഈ പറയുന്ന ഡൊമസ്റ്റിക് ആനിമൽ ക്രൂവൽറ്റി അഗെയിൻസ്റ്റ്. അപ്പോൾ ഇത് കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട അതിന് അമെൻമെൻറ്റ് വരുത്തുകയോ അത് തിരുത്തുകയോ അത് റദ്ദാക്കുകയോ ചെയ്യേണ്ടത്.